പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതം മുഴുവൻ ദയയും കരുണയും നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിനുള്ള മികച്ച മാതൃകയായി. കഷ്ടപ്പെട്ടവരെ സഹായിക്കുക, അവരുടെ ചുമതല പങ്കുവയ്ക്കുക എന്നിവ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ കഥയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന വൃദ്ധയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി ആ വൃദ്ധയോട് പറഞ്ഞു, "ആ ഭാര ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നുകൊള്ളാം." വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് പ്രവാചകന്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. പ്രവാചകനോടായി ആ വൃദ്ധ പറഞ്ഞു, "ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളി പറയുന്നു. അവൻ ആളുകളെയൊക്കെ വഴിപിഴപ്പിക്കുകയാണ്. മോനെ പോലെയുള്ള യുവാക്കൾ അവൻ്റെ പിടിയിൽ അകപ്പെടരുത്." തന്നെക്കുറിച്ച് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും പ്രവാചകൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. തിരിച്ചു പോകുന്ന സമയത്ത് പ്രവാചകനോട് ആ വൃദ്ധ പേര് ചോദിച്ചു. പ്രവാചകൻ മറുപടി പറഞ്ഞു, "താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ്." ആ വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് ആ വൃദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിലനിന്ന സഹനവും ദയയും ഈ സംഭവത്തിലൂടെ തെളിയുന്നു. തനിക്കെതിരായ നിന്ദയും തെറ്റിദ്ധാരണകളും അവഗണിച്ച് പ്രവാചകൻ തന്റെ പ്രവർത്തനങ്ങളിലൂടെ സത്യത്തിന്റെ ശക്തിയും സ്നേഹത്തിന്റെ കരുത്തും പ്രതിഫലിപ്പിച്ചു. അന്തസ്സായ പെരുമാറ്റം മാത്രമല്ല, ഈ സംഭവം വൃദ്ധയുടെ ഹൃദയം കീഴടക്കുകയും ആ വൃദ്ധയെ ഇസ്ലാമിന്റെ സത്യത്തിൽ എത്തിക്കുകയും ചെയ്തു.